കണ്ണൂർ കേളകത്തിന് സമീപം കായംകുളത്ത് നിന്നുപോയ നാടകസംഘം അപകടത്തിൽപ്പെട്ട് 2 പേർ മരിച്ചു. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നാടകസംഘത്തിലെ കായംകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി സ്വദേശി ജസി മോഹൻ എന്നിവരാണ് മരണപ്പെട്ടത്. സുൽത്താൻ ബത്തേരിയിലേക്ക് നാടകത്തിനായി പോവുകയായിരുന്നു സംഘം. 14 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. 9 പേർ കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കും വഴി തേടുകയാണ് നാടകപ്രവർത്തകർ. സർക്കാർ തലത്തിൽ ഇതിനായി സഹായം അടിയന്തരമായി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നാടകപ്രവർത്തകരുടെ സംഘടനയായ നാടകിന്റെ ജനറൽ സെക്രട്ടറി ജെ ശൈലജ നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ശൈലജ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ കിട്ടിത്തുടങ്ങിയോ? നമസ്കാരം. അഞ്ജലിക്കും ജെസിക്കും ആദരാഞ്ജലികൾ. ശരിക്കും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ സർക്കാർ ജില്ലാ ഭരണകൂടത്തെ അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കേണ്ടതാണ്. കളക്ടറും മറ്റും ഇടപെട്ടാണ് സാധാരണ നമ്മൾ കാണുന്ന ഇതൊരു ഡിസാസ്റ്റർ ആണ്. അതിൽ പെട്ടത് യാതൊരുവിധ സ്ഥിര വരുമാനവും ഇല്ലാത്ത കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് രാവും പകലും സഞ്ചരിക്കുന്ന യാതൊരു സുരക്ഷയും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം അടിസ്ഥാന വർഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കൂട്ടം കലാകാര സമൂഹമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് ഇത്തരം വലിയൊരു അപകടം ഉണ്ടാകുമ്പോൾ സാധാരണ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സർക്കാർ എന്താണോ ചെയ്യുക അതുതന്നെയായിരുന്നു ഇവിടെയും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇതുവരെയും ജില്ലാ കളക്ടർക്ക് അങ്ങനെ ഒരു നിർദ്ദേശമോ ജില്ലാ കളക്ടർ ബന്ധപ്പെടുകയോ അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് എങ്ങനെയൊക്കെയോ സംഭവിക്കുന്നത് പോലെയാണ് മനസ്സിലാകുന്നത്. അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് നാടകപ്രവർത്തകർ നമുക്ക് തരുന്ന റിപ്പോർട്ട് അങ്ങനെ ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായതായിട്ട് മനസ്സിലായിട്ടില്ല. മൃതദേഹം അഞ്ജലിയുടെയും ജെസിയുടെയും മൃതദേഹം തലശ്ശേരി ഹോസ്പിറ്റലിലാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞു. അതിന്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഇത് സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട കലാമേഖലയിലെ നാടക പ്രവർത്തകർക്ക് പറ്റിയ ഒരു വലിയ ദുരന്തമാണ്. ഈ ദുരന്തത്തിന്റെ വെളിച്ചത്തിലെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭാവി നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ പ്രമുഖ നാടക പ്രവർത്തകൻ ഫ്രാൻസിസ് ടി മാവേലിക്കര നമുക്ക്